വെൽക്കം ബാക്ക് ടു സൈലന്റ് ബാങ്കിങ്. അപ്പോ നമ്മളുടെ SBI ക്ലർക്കിന്റെ 20-21 ദിവസങ്ങളിലായിട്ടുള്ള പരീക്ഷകളെല്ലാം കഴിഞ്ഞു. എല്ലാ ഷിഫ്റ്റും കംപ്ലീറ്റ് ആയി. അപ്പൊ നമുക്ക് 20-ാം തീയതി റീസണിങ്, അതായത് 20-ലെ ഫസ്റ്റ് ഷിഫ്റ്റിലെ റീസണിങ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ. 27-ന് എക്സാം ഉള്ളവർക്ക് അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല, എക്സാം കഴിഞ്ഞവർക്കാണെങ്കിലും എങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വന്ന കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇപ്പം എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസിന്റെ ഓർഡറിലാണ് ക്വസ്റ്റ്യൻസ് ചെയ്തു പോകുന്നത്. നിങ്ങൾ എക്സാമിന് ഇപ്പൊ ചിലര് മിസ്ലേനിയസ് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിലേക്ക് വരിക. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മിസ്ലേനിയസ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിലേക്ക് വരിക. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ടോട്ടൽ 35 ക്വസ്റ്റ്യനും 20 മിനിറ്റും മാത്രമാണ് നമുക്ക് സമയം കിട്ടുക, അല്ലെ? അപ്പൊ ഈ 35 ക്വസ്റ്റ്യനിൽ മിസ്ലേനിയസ് എന്ന് പറയുന്നത് മാക്സിമം ഒരു 8 മിനിറ്റ്സ്, അതായത് 7 മിനിറ്റ്സിൽ തീർക്കുക. 7 to 8 മിനിറ്റ്സ് എടുത്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കംപ്ലീറ്റ് മിസ്ലേനിയസും തീർക്കുക. അതിനുശേഷം പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിലേക്ക് വരിക. അപ്പോൾ അപ്പോഴേ നമുക്ക് ബാക്കി ഒരു 12 മിനിറ്റ്സ് അപ്രോക്സിമേറ്റ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, പസിൽസിന് കിട്ടത്തുള്ളൂ. ഇത് ഇപ്പൊ നിങ്ങളിൽ ചിലരെങ്കിലും ആ ഒരു ഓർഡറിൽ ചെയ്ത് മോക്ക് പ്രാക്ടീസ് ചെയ്തവരുണ്ടാകും. അവരൊരിക്കലും ഈ ഒരു വീക്കില് ഇത് മാറ്റാൻ നോക്കരുത്. പ്രിലിംസ് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുക, മിസ്ലേനിയസ് ചെയ്തിട്ട് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിലേക്ക് വരുമ്പോഴാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡറിൽ ചെയ്ത് പോകുമ്പോഴാണോ നിങ്ങൾക്ക് സ്പീഡ് ഉള്ളത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത മെത്തേഡ് ഏതാണോ അത് തന്നെ ഫോളോ ചെയ്യാം. ഒരിക്കലും ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ നിങ്ങളുടെ മെത്തേഡ് മാറ്റാനായിട്ട് നിൽക്കരുത്, അത് പ്രശ്നമാണ്. ഓക്കെ, നമ്മൾ ഈ മെത്തേഡ് ഒക്കെ ചേഞ്ച് ചെയ്ത് നോക്കേണ്ടത് പ്രാക്ടീസിന്റെ ടൈമിലാണ്, എക്സാം എടുക്കുന്ന സമയത്തല്ല. ഇപ്പൊ ഇവിടെ ഞാൻ ചെയ്തു പോകുമ്പോൾ ആ ഓർഡറിൽ അങ്ങ് ചെയ്തു പോവുകയാണ്. നിങ്ങൾ എക്സാമിന് എങ്ങനെയാണോ നിങ്ങളുടെ മോക്ക് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്യാം. ഇപ്പൊ ഈ കൂട്ടത്തിൽ ചിലപ്പോൾ തുടക്കക്കാരുണ്ടാകും, ഒന്നും അറിയില്ലായിരിക്കും. അപ്പൊ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. യെസ്, ഇനി അതേപോലെ ഞാനിപ്പോ ഒരു പസിലൊക്കെ ചെയ്യിച്ചാൽ അതിന്റെ 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ ഈ 5 സബ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ് സമയം കളയണ്ട. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന്റെ PDF എന്റെ ടെലഗ്രാം ചാനലിലായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക, മെമ്മറി ബേസ്ഡ് പേപ്പർ. അപ്പൊ എന്റെ ടെലഗ്രാം ചാനലാണ് റീസണിംഗ് വിത്ത് അഞ്ജു. ജസ്റ്റ് ടെലഗ്രാമിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ബാങ്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരു ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡെയിലി ബേസിസിലുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും എല്ലാം ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, യെസ്. എങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഇക്വാളിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇൻഇക്വാളിറ്റിയിൽ തന്നെ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഡബിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഇവിടെ ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഒരു ഗേറ്റ് മെത്തേഡാണ്, നമ്മൾ മാരത്തോൺ ചെയ്തപ്പോഴും എല്ലാം നമ്മളൊരു ഗേറ്റ് മെത്തേഡിലാണ് ഇൻഇക്വാളിറ്റി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. ഈ കൂട്ടത്തിൽ ഗേറ്റ് മെത്തേഡ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഇക്വാളിറ്റിയുടെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ നമ്മുടെ ഈ സൈലന്റ് ബാങ്കിങ്ങിന്റെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തുടക്കക്കാരാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ട് ഇൻഇക്വാളിറ്റി എങ്ങനെയാണ് ഗേറ്റ് മെത്തേഡിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, നമ്മളൊരു ഗേറ്റ് ആയിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കൺക്ലൂഷന്റെ മീനിങ് എന്താ? എല്ലിന് എക്സിന്റെ അടുക്കലേക്ക് പോകാം. ഇവിടെ എന്തില്ല, ലോക്ക് ഇല്ല. നമുക്കൊന്ന് നോക്കിയാലോ. വേണ്ട, ഇവിടെ എല്, ഇവിടെയാണ് നമ്മളുടെ എസ് കാണുന്നത്. പോകാൻ പറ്റുന്നുണ്ടോ നോക്കാം. എല്ലിന് വേണ്ട ഇറങ്ങി, ഇവിടെ ലോക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ആറിൽ നിന്ന് ക്യൂയിലേക്ക് വരുമ്പോൾ ലോക്ക് ഇല്ല. സോ ലോക്ക് ഇല്ലാത്ത കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ലോക്ക് ഇല്ലാത്ത കൺക്ലൂഷനിൽ എന്താ പറയുന്നത്? പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലോക്ക് കാണാൻ പാടില്ല. സോ ഓൾറെഡി ഇവിടെ ലോക്ക് ഇല്ല. ദെൻ ക്യൂയിൽ നിന്ന് പിയിലേക്ക് വന്നു, ഒയിലേക്ക് വന്നു, എസിലേക്ക് വന്നു. സോ ഫസ്റ്റ് കൺക്ലൂഷൻ എനിക്ക് എന്താണെന്ന് പറയാം? ട്രൂ ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്തതോ, പിക്ക് എവിടെ എത്തണം? എസിന്റെ അടുക്കൽ എത്തണം. പിക്ക് എസിന്റെ അടുക്കൽ എത്തണം. ഇവിടെയും എന്തില്ല, ലോക്ക് ഇല്ല. നമുക്കൊന്ന് നോക്കാം. വേണ്ട, പി ഓയിലേക്ക് വന്നു, അവിടെ ലോക്ക് ഉണ്ട്, പക്ഷെ ഓയിൽ നിന്ന് ഇയിലേക്ക് വരുമ്പോ എന്തില്ല, ലോക്ക് ഇല്ല. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇയിൽ നിന്ന് എസിലേക്ക് വരുന്നു. സോ ഇവിടെ എനിക്ക് എന്ത് പറയാം? രണ്ട് കൺക്ലൂഷനും ട്രൂ ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് നോക്കിക്കേ. അടുത്തതും ഇതേപോലെ തന്നെയുള്ള ഒരു ഇൻഇക്വാളിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കിക്കേ, ആറിന് എവിടെ പോണം? കെയുടെ അടുക്ക പോണം. ആറിന് കെയുടെ അടുക്ക പോകാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കൺക്ലൂഷനകത്തിൽ ലോക്കും ഇല്ല. നോക്കിക്കേ, ആറിന് ഐയുടെ അടുക്ക വന്നു, ഇവിടെ ലോക്ക് ഇല്ല. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. കൺക്ലൂഷനകത്തിലും ലോക്ക് ഇല്ല. ദെൻ ഐ ഒയുടെ അടുക്ക വന്നു, എല്ലിന്റെ അടുക്ക വന്നു, കെയുടെ അടുക്ക വന്നു. സോ പോകാൻ പറ്റുന്നുണ്ട്, ട്രൂ ആണ്. അടുത്തതോ, ഓയ്ക്ക് എവിടെ പോണം? ക്യൂവിന്റെ അടുക്ക പോണം. ഇവിടെയും ലോക്ക് ഇല്ല. നോക്കിക്കേ, ഓ ഐയുടെ അടുക്ക വന്നു, പക്ഷെ അവിടെ വന്നപ്പോഴത്തേക്കിന് വേണ്ട ഡോറ് ക്ലോസ്ഡ് ആ, വെളിയിലോട്ടേ ഇറങ്ങാൻ പറ്റുന്നില്ല. സോ തെറ്റ്. ഇവിടുത്തെ കേസിൽ ഫസ്റ്റ് കൺക്ലൂഷൻ മാത്രമാണ് ട്രൂ. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ?
യെസ്. അടുത്തത് എഗെയിൻ മൂന്നാമത്തേതും ഇൻഇക്വാളിറ്റി ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, ഡബിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. എക്സിന് എവിടെ പോകണം? 6ന്റെ അടുക്ക പോകണം. അപ്പൊ നമ്മൾ ഡബിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ മെത്തേഡ് എല്ലാം സെയിം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ഇവിടെ കോമൺ ആയിട്ട് ആരുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് ആരാ ഉള്ളത്? ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവിടെ കോമൺ ആയിട്ടുള്ള ആള് എന്ന് പറയുന്നത് നമ്മളുടെ ബി ആണ്, അല്ലെ? അപ്പൊ ഒന്ന് നോക്കിക്കേ, എക്സിന് എവിടെ പോകണം? 6ന്റെ അടുക്ക പോകണം. ഇവിടെ നോക്കി, എക്സ് ബിയുടെ അടുക്ക വന്നു. ഇവിടെ ലോക്ക് ഉണ്ട്, പോകുന്ന വഴിയെല്ലാം ലോക്ക് ഉണ്ടായിരിക്കണം. എക്സ് ബിയുടെ അടുക്ക വന്നു, പക്ഷെ വേണ്ട ഇവിടുത്തെ ബിക്ക് വെളിയിലോട്ടേ ഇറങ്ങാൻ പറ്റുന്നില്ല. സോ ഫസ്റ്റ് കൺക്ലൂഷൻ തെറ്റ്. അടുത്തതോ, 6ന് എവിടെ പോകണം? എസിന്റെ അടുക്ക പോകണം, അല്ലെ? 6ന് എസിന്റെ അടുക്ക പോകണം. ഇവിടെ എന്തില്ല? ലോക്ക് ഇല്ല. നോക്കിക്കേ, 6 ഡബ്ല്യുവിന്റെ അടുക്ക വന്നു, ഡബ്ല്യു ക്യൂയുടെ അടുക്ക വന്നു, ക്യൂ വിന്റെ അടുക്ക വന്നു. എന്നിട്ട് ബിയിൽ നിന്ന് ദേണ്ട എസിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. ക്യൂയിൽ നിന്ന് വിയിലേക്ക് വരുമ്പോൾ ലോക്കില്ല, കൺക്ലൂഷനകത്തിൽ ലോക്കില്ല. സോ അതും സാറ്റിസ്ഫൈ ചെയ്തു. സോ രണ്ടാമത്തെ കൺക്ലൂഷൻ മാത്രമാണ് ഇവിടെ ട്രൂ. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്. ഇൻഇക്വാളിറ്റി ഭയങ്കര എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യനാ ചോദിച്ചത്. അതും 2 എണ്ണം സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും 1 എണ്ണം മാത്രമായിരുന്നു ഫസ്റ്റ് ഷിഫ്റ്റിൽ ഡബിൾ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചത്. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. ഇനി ഇതിന്റെ ആൻസർ സഹിതം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ PDF ഞാൻ എന്റെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. ഓക്കെ, യെസ്. അടുത്തത് ഒരു പസിലാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് പോസ് ചെയ്യുക വീഡിയോ, എന്നിട്ട് ഈ പസിൽസ് തനിയെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, ആൻസർ കിട്ടിയോ നോക്കുക. അതുകൊണ്ട് ഇവിടെ ഒരു സബ് ക്വസ്റ്റ്യൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ആൻസർ എന്താണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കണ്ടെത്തണം. അതിനുശേഷം മാത്രം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, 8 persons lives in a 8th floor building. The lowermost is numbered as 1 and the topmost floor is numbered as 8. അപ്പൊ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്കാണ് അറേഞ്ച്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫ്ലോർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ സ്ട്രക്ചർ വരയ്ക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രക്ചർ വരയ്ക്കാം. വരയ്ക്കുന്ന സമയത്ത് സ്ട്രക്ചർ വലുതായിട്ട് തന്നെ വരച്ചിടുക. ഇനി പോസിബിലിറ്റി എടുക്കേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? വീണ്ടും സ്ട്രക്ചർ വരച്ച് സമയം കളയാനുള്ളത് നമുക്ക് അവിടെ കിട്ടില്ല. സോ 1, 2, 3, 4, 5, 6, 7 and 8. Okay, G lives on a prime number floor 2 floors above A. ആദ്യത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? G ഒരു പ്രൈം നമ്പർ ഫ്ലോറിലാണ്, ആള് 2 floors above A. എയ്ക്ക് മുകളിലുള്ള രണ്ടാമത്തെ ഫ്ലോറിലാണ്, അല്ലാതെ ജിക്കും എയ്ക്കും ഇടയിൽ 2 ഫ്ലോർ ഉണ്ട് എന്നല്ല അതിന്റെ മീനിങ്. എയ്ക്ക് മുകളിലുള്ള രണ്ടാമത്തെ ഫ്ലോറിലാണ് ജി. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. അപ്പൊ ഇവിടെ ജി പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ എത്ര പോസിബിലിറ്റി ഉണ്ട്? ഇവിടുത്തെ കേസിൽ 7 പ്രൈമാണ്, 5 പ്രൈമാണ്, 3 പ്രൈമാണ്, 2 പ്രൈമാണ്. പക്ഷെ 2ൽ എന്തായാലും ജി വരില്ല. കാരണം ഇവിടെ ജി വന്നാൽ ഒരു ഗ്യാപ്പിൽ എനിക്ക് താഴേക്ക് എ കൊടുക്കാനായിട്ട് പറ്റില്ല. സോ അത് പറ്റത്തില്ല. പിന്നെയുള്ള പോസിബിലിറ്റി എവിടെയാ? അപ്പൊ 2 എന്തായാലും ഇല്ല. പിന്നെയുള്ള പോസിബിലിറ്റി ഒന്നെങ്കിൽ 3, അല്ലെങ്കിൽ 5, അല്ലെങ്കിൽ 7. ഉടനെ 3 പോസിബിലിറ്റി അങ്ങ് എടുക്കരുത്. നമുക്ക് നോക്കാം, താഴോട്ട് കണ്ടീഷൻസ് എഴുതാം. എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും പോസിബിലിറ്റീസ് എലിമിനേറ്റ് ആകുന്നുണ്ടോ നോക്കാം. അല്ലാതെ കേട്ട ബാധി കേൾക്കാത്ത ബാധി ചാടിക്കേറി എല്ലാ പോസിബിലിറ്റിയും കൂടെ ഒരുമിച്ച് ചെയ്ത് കൺഫ്യൂഷൻ ആക്കരുത്. താഴേക്ക് നോക്കിക്കേ, 4 floors there between A and D. ഇങ്ങോട്ട് നോക്കിക്കേ, എയ്ക്കും ഇക്കും ഇടയില് 4 ഫ്ലോർ ഗ്യാപ്പ്. എയ്ക്കും ഇക്കും ഇടയില് 4 ഫ്ലോർ ഗ്യാപ്പ്. നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ടാ മാർക്ക് ചെയ്തേ. താഴേക്കാണോ മുകളിലേക്കാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ജി ഇവിടെ എടുക്കുന്നതെന്ന് വെച്ചോ. ശ്രദ്ധിക്കണേ, ജി ഒരു പ്രൈം നമ്പറിലാണ്. ജി 5th ഫ്ലോറിലാണെങ്കിൽ ഒരു ഗ്യാപ്പിൽ എ ഇവിടെ വന്നാൽ 1, 2, 3, 4 ഗ്യാപ്പിൽ ഇ എനിക്ക് ഇവിടെ കൊടുക്കാം. പക്ഷേ ജി ഞാൻ ഇവിടെയാണ് 7th ഫ്ലോറിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഫ്ലോർ ഗ്യാപ്പിൽ ഞാൻ എ ഇവിടെ എടുത്താൽ താഴോട്ട് നോക്കിയാൽ 1, 2, 3, 4 ഈ കൊടുക്കാൻ പറ്റത്തില്ല, മുകളിലോട്ടും പറ്റത്തില്ല. സോ 100% എനിക്ക് മനസ്സിലായി ജി എവിടെ വരത്തില്ല? 7ാമത്തെ ഫ്ലോറിൽ ജി വരത്തില്ല. അപ്പൊ 2 പോസിബിലിറ്റിയേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ ജി ഇവിടെ, അല്ലെങ്കിൽ ജി ഇവിടെ. ഇവിടെയാണെങ്കിൽ എ ഇവിടെ, ഇവിടെയാണെങ്കിൽ എ ഇവിടെ. ഇനി ഒരേ സമയം എന്ത് ചെയ്യുക? പോസിബിലിറ്റി കൊടുത്തു പോവാ. ഇവിടുത്തെ കേസ് നോക്കാം, 1, 2, 3, 4 ഗ്യാപ്പിൽ ഇ ഇവിടെ. ഇവിടുത്തെ കേസിൽ 1, 2, 3, 4 ഗ്യാപ്പിൽ ഇ ഇവിടെ. ഓക്കെ അല്ലേ? 1, 2, 3, 4 ഒരേ സമയം കൊടുത്തു. ഇത് കുഴപ്പമില്ല. ഒരേ സമയം 2 പോസിബിലിറ്റി വരെ പ്രശ്നമില്ല. പക്ഷെ ഒത്തിരി പോസിബിലിറ്റി ആകുമ്പോൾ നമ്മുടെ കൺഫ്യൂഷന്റെ എണ്ണം കൂടും. ഇനിയോ, as many floors are there above A as below H. അതിന്റെ മീനിങ് എന്താ? ആസ് ബിലോ എച്ച് എന്ന് പറഞ്ഞാൽ എയ്ക്കും എച്ചും എന്താണ്? പെയേഴ്സ് ആണ് എന്ന് എനിക്ക് പറയാം.
എയ്ക്ക് മുകളിൽ എത്ര ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ എത്ര ഫ്ലോർസ് ഉണ്ടോ അത്രയും ആൾക്കാർ എച്ചിന് താഴെയുണ്ട് എന്ന് പറഞ്ഞാൽ എയും എച്ചും പേയേഴ്സ് ആണ്. ഇവിടുത്തെ കേസ് നോക്കിക്കേ, എയ്ക്ക് താഴെ 2, അപ്പൊ ഉറപ്പായിട്ടും എച്ചിന് മുകളിലും എന്തുണ്ടായിരിക്കണം? 2. ആദ്യത്തെ പോസിബിലിറ്റിയില്. രണ്ടാമത്തെ പോസിബിലിറ്റിയിൽ എ ഏറ്റവും താഴെ, എയ്ക്ക് താഴെ ആരുമില്ല, അപ്പൊ ഉറപ്പായിട്ടും എച്ചിന് മുകളിലും ആരും കാണാൻ പാടില്ല. സോ എച്ച് ഇവിടെ ഒരേ സമയം 2 പോസിബിലിറ്റിയിൽ എനിക്ക് കൊടുത്തു പോകാൻ പറ്റുന്നുണ്ട്. അടുത്തതോ, മോർ ദാൻ 3 ഫ്ലോർസ് ആർ ദെയർ ബിറ്റ്വീൻ എച്ച് ആൻഡ് ഡി. എച്ചിനും ഡിക്കും ഇടയിൽ മിനിമം 4. ശ്രദ്ധിക്കണേ, മോർ ദാൻ 3, മോർ ദാൻ 3. എച്ചിനും ഡിക്കും ഇടയിൽ മിനിമം 4. മോർ ദാൻ 3 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? മിനിമം 4 ഉണ്ടായിരിക്കണം. ഇപ്പൊ വേണ്ട, ഇവിടെ എച്ച് ഉണ്ട്, അപ്പൊ 1, 2, 3, 4 ഗ്യാപ്പിൽ ഈ പോസിബിലിറ്റിയിൽ ഡി എനിക്ക് ഇവിടെ വരാനേ പറ്റൂ. ഇവിടുത്തെ പോസിബിലിറ്റിയിൽ 1, 2, 3, 4 ഗ്യാപ്പിൽ ഇവിടെ ഓൾറെഡി ജി ആണ്, അപ്പൊ ഡി എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. എച്ചിനും ഡിക്കും ഇടയിൽ മിനിമം എത്ര ഉണ്ടായിരിക്കണം? 4. മോർ ദാൻ 3 എന്ന് പറഞ്ഞാൽ മിനിമം 4. എഫ് ലിവ്സ് 2 ഫ്ലോർ, എഫ് ലിവ്സ് എബോവ് ബീസ് ഫ്ലോർ. ശ്രദ്ധിക്കണം, ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാം. അല്ലെ, ഈ എഴുതിയ കണ്ടീഷൻസ് നമുക്കിപ്പോ കഴിഞ്ഞ കണ്ടീഷൻസ് നമുക്ക് അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. നോക്കിക്കേ, എഫ് ലിവ്സ് എബോവ് ബീസ് ഫ്ലോർ. എഫ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഫ്ലോറിന് മുന്നെയാണ്. ബട്ട് ബിലോ സീസ് ഫ്ലോർ, ബട്ട് ബിലോ സീസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താ? സി എന്ന് പറയുന്ന ഫ്ലോറിന് താഴെയാണ്. എഫിന്റെ കാര്യമാ പറയുന്നത്. ഒരു തവണ സെന്റൻസ് വായിക്കുക, കണ്ടീഷൻസ് തെറ്റാതെ നോട്ട് ചെയ്യുക. എഫ് എന്ന് പറയുന്നത് ബിക്ക് മുന്നെയാണ്, സിക്ക് ശേഷമാണ്. എഫിന്റെ കാര്യമാ പറയുന്നത്. അപ്പൊ ഇവിടെ കൊടുക്കാൻ വേണ്ട എവിടെ? ആദ്യത്തെ പോസിബിലിറ്റി ഇവിടെ, ഇവിടെ, ഇവിടെ. സോ അവിടെ എന്ത് ഇയാളെ കൊടുക്കുക? വേറെ കാര്യമൊന്നുമില്ല. നോക്കിക്കേ, സി ഇവിടെ, എഫ് ഇവിടെ, ബി ഇവിടെ. ഈ പോസിബിലിറ്റിയിൽ സി ഇവിടെ, എഫ് ഇവിടെ, ബി ഇവിടെ. അപ്പൊ ഈ 2 പോസിബിലിറ്റിയും ശരിയാണോ? നോക്ക്, ലാസ്റ്റ് കണ്ടീഷനിലേക്ക് വരാം. ബി ഡസൻ ലിവ് ഇമ്മീഡിയറ്റ്ലി എബവ് ഡി. ബി എന്ന് പറയുന്നത് ഡിക്ക് തൊട്ട് മുകളിൽ വരാൻ പാടില്ല. ഇവിടെ നോക്ക്, ബി എന്ന് പറയുന്നത് ഡിക്ക് തൊട്ട് മുകളിലാ. അപ്പൊ തന്നെ ഈ പോസിബിലിറ്റി എലിമിനേറ്റഡ്. രണ്ടാമത്തെ പോസിബിലിറ്റി ആണ് കറക്റ്റ്. ക്ലിയർ ആയോ? ഭയങ്കര എളുപ്പമുള്ള ഒരു 1 വേരിയബിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ സബ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Who among the following lives on the 6th floor? ഇവിടെ 6th ഫ്ലോറിൽ ആരാണ്? 6th ഫ്ലോറിൽ ആരാ? ഇ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. ഇത് ഒരു സബ് ക്വസ്റ്റ്യൻ മാത്രമാണ്. ഇതേപോലെ ബാക്കി 4 സബ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഒരു പസിലിന് 5 സബ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലാകും നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ എവിടെയാണ് ബുദ്ധിമുട്ടെന്ന് എനിക്കും അറിയാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ ഇത് അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന്റെ ഫൈനൽ ആൻസർ ഈ PDF ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. ഓക്കെ, എങ്കിൽ ഇവിടെ ഒന്ന് നോക്കിക്കേ. അടുത്തത് ഒരു ഡയറക്ഷൻ ടെസ്റ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. നിങ്ങൾ തന്നെ, അല്ലെങ്കിൽ എന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളെ അങ്ങ് വരയ്ക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് തനിയെ വരയ്ക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു സബ് ക്വസ്റ്റ്യൻ അടുത്തത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് നമ്മളോട് കണ്ടീഷൻസ് പറഞ്ഞേക്കുന്നത്. ഡയറക്ഷൻ ടെസ്റ്റ് ഭയങ്കര എളുപ്പമാണ്. മിസ്ലേനിയസ് പാർട്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 3 സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഡയറക്ഷൻ ടെസ്റ്റിൽ നിന്ന് ഈ പരീക്ഷയ്ക്ക് ഫസ്റ്റ് ഷിഫ്റ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഡയറക്ഷൻ ടെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഡയറക്ഷൻ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളുടെ ഈ ഒരു ഫണ്ടമെന്റൽ ഫിഗർ നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, ഈ ഒരു ഫണ്ടമെന്റൽ ഫിഗർ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? സൈഡില് വരച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് തെറ്റത്തില്ല. നമ്മൾ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനെ എന്താക്കി മാറ്റണം? പിക്ചർ ആക്കി കൺവേർട്ട് ചെയ്യണം. അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കിയാലോ. അപ്പൊ ഇവിടെ എഫ് ഈസ് 13 മീറ്റർ ഈസ്റ്റ് ഓഫ് പോയിന്റ് ക്യൂ. അപ്പൊ ക്യൂവിന്റെ ഈസ്റ്റിലാണ് ആരെന്ന് പറയുന്നത്? നമ്മളുടെ എഫ്. അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ക്യൂവിന്റെ ഈസ്റ്റിലാണ് എഫ്. ഞാൻ വളരെ ചെറുതായിട്ടാണ് വരയ്ക്കുന്നത്, കാരണം ഫുള്ള് കണ്ടീഷൻസ് മാർക്ക് ചെയ്ത് ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ്. ക്യൂവിന്റെ ഈസ്റ്റിലാണ് ആരെന്ന് പറയുന്നത്? എഫ്. ഓക്കെ, ഇനി എന്താ ബാക്കി പറഞ്ഞിട്ടുള്ളത്? അടുത്തത് ആർ ഈസ് 5 മീറ്റർ സൗത്ത് ഓഫ് പി. ഇവിടെ നോക്കിക്കേ, ആർ ഈസ് 5 മീറ്റർ സൗത്ത് ഓഫ് പി. ഞാൻ വരച്ചത് ആദ്യം ക്യൂ എഫ് ആണ്, അവിടെ ആറും പിയും ഇല്ല. അപ്പൊ ഞാനത് എന്ത് ചെയ്തു? ഒരു കാര്യം ചെയ്യാം, കുറച്ചും കൂടെ ഒന്ന് താഴേക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ പിന്നെ അത് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ക്യൂവിന്റെ ഈസ്റ്റിലേക്ക് ആരാണ്? എഫ്. ഓക്കെ, ക്യൂവിന്റെ ഈസ്റ്റിലേക്ക് എഫ്. ഇനി ബാക്കി ആറും പിയും ഇവിടെ വന്നിട്ടില്ല. അടുത്ത സെന്റൻസ് നോക്കിക്കേ, എസ് ഈസ് 8 മീറ്റർ വെസ്റ്റ് ഓഫ് ആർ. അവിടെ വീണ്ടും എസും ആറിനെ പറ്റിയിട്ടാ
ഞാൻ അവരെ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വരച്ചിട്ടില്ല, ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യേണ്ടത് സ്കിപ്പ് ചെയ്യുന്ന സെന്റൻസ് ആണ്. പക്ഷെ സ്കിപ്പ് ചെയ്തു എന്നുള്ളൊരു ബോധം നമുക്ക് എക്സാം ടൈമിൽ ഉണ്ടായിരിക്കണം. അടുത്തത് ജെ ഈസ് 12 മീറ്റർ സൗത്ത് ഓഫ് എസ്. ജെ എന്ന് പറയുന്നത് എസിന്റെ സൗത്തിലാണ്. ഓക്കെ, അടുത്തതോ എം ഈസ് 2 മീറ്റർ വെസ്റ്റ് ഓഫ് പോയിന്റ് ജെ. എം എന്ന് പറയുന്നത് 2 മീറ്റർ വെസ്റ്റ് ഓഫ് പോയിന്റ് ജെ. അവിടെയും നമ്മൾ എന്ത് ചെയ്തു, നമുക്കില്ല. അടുത്തത് എൻ ഈസ് 11 മീറ്റർ സൗത്ത് ഓഫ് പോയിന്റ് ക്യൂ. വേണ്ട, ക്യൂ ഓൾറെഡി നമുക്കുണ്ട്. അപ്പൊ എൻ എന്ന് പറയുന്നത് 11 മീറ്റർ സൗത്ത് ഓഫ് പോയിന്റ് ക്യൂ. ക്യൂവിന്റെ സൗത്തിലാണ് ആര്, എൻ എത്ര മീറ്റർ ആണ്, 11 മീറ്റർ. ഓക്കെ ആണല്ലോ. ഇനി എൻ ഈസ് 11 മീറ്റർ സൗത്ത് ഓഫ് പോയിന്റ് ക്യൂ, കണക്ട് ചെയ്യാൻ പറ്റിയത് കൊടുത്തു. അടുത്തതോ ടി 6 മീറ്റർ നോർത്ത് ഓഫ് എഫ് ആൻഡ് 10 മീറ്റർ വെസ്റ്റ് ഓഫ് പോയിന്റ് പി. അപ്പൊ നോക്കിക്കേ, ഇവിടെ ടി 6 മീറ്റർ നോർത്ത് ഓഫ് പോയിന്റ് എഫ്. ഇവിടെ ഓൾറെഡി നമുക്ക് എഫ് ഉണ്ട്. അവിടുന്ന് നോർത്തിലേക്കാണ് നമ്മളുടെ ടി. ശ്രദ്ധിച്ചേ, ടി എന്ന് പറയുന്നത് 6 മീറ്റർ നോർത്ത് ഓഫ് പോയിന്റ് ടി. 6 മീറ്റർ അല്ല, ടി 6 മീറ്റർ നോർത്ത് ഓഫ് പോയിന്റ് എഫ്. ടി എന്ന് പറയുന്നത് എഫിന്റെ നോർത്തിലാണ് 6 മീറ്റർ. അതേപോലെ തന്നെ 10 മീറ്റർ വെസ്റ്റ് ഓഫ് പോയിന്റ് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മീറ്റർ വെസ്റ്റ് ഓഫ് പോയിന്റ് പി. പിയുടെ വെസ്റ്റിലാ 10 മീറ്റർ. അപ്പൊ 10 മീറ്റർ വെസ്റ്റ് ഓഫ് പോയിന്റ് പി ഇങ്ങോട്ടേക്ക് കൊടുത്തു. ഓക്കെ അല്ലേ ഇത്രയും? ഇനി അപ്പൊ ഇത്രയും വരെ ഓൾറെഡി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി നോക്കാം. വേണ്ട, ഇവിടെ നോക്കിക്കേ, ആർ ഈസ് 5 മീറ്റർ സൗത്ത് ഓഫ് പോയിന്റ് എസ്. ആദ്യത്തേത് നോക്കിക്കേ, വേണ്ട, അവിടുന്ന് വീണ്ടും ഒന്നും കൂടെ വരാം. വേണ്ട, ആർ ഈസ് 5 മീറ്റർ സൗത്ത് ഓഫ് പോയിന്റ് പി. പിയിൽ നിന്ന് സൗത്തിലേക്കാണ് ആറ്. ചുമ്മാ ഒരു വര വരച്ച് വെക്കരുത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. വേണ്ട, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6. നമുക്ക് അത്രയും വേണ്ട, 5 മതി. അപ്പൊ അത്രയും വരരുത് എന്നുള്ളൊരു കാര്യം നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാകണം. ഇവിടെ വേണ്ട മിച്ചം 1 മീറ്റർ ഉണ്ട് എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം ഫിഗർ വരയ്ക്കുമ്പോൾ, വിച്ച് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ 5 മീറ്റർ. ആർ ഈസ് 5 മീറ്റർ സൗത്ത് ഓഫ് പോയിന്റ് പി. അടുത്തതോ എസ് ഈസ് 8 മീറ്റർ വെസ്റ്റ് ഓഫ് പോയിന്റ് ആർ. ആറിൽ നിന്ന് വെസ്റ്റിലേക്കാണ് എസ്, അതും 8 മീറ്റർ. അവിടെയും ശ്രദ്ധിച്ചേ, 8 മീറ്റർ. 8 മീറ്റർ. ഇത് ടോട്ടലി 10 ആണ്. ഇത് ടോട്ടൽ വേണ്ട, ഇവിടെ ഞാൻ ഓൾറെഡി ഇത് ടോട്ടൽ എത്രയാണ്, 10. നമുക്ക് അത്രയും വേണ്ട, 8 ഉള്ളൂ. നമുക്ക് ടോട്ടൽ 8 ഉള്ളൂ. അപ്പൊ മിച്ചം 2 ഉണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടാവണം. അപ്പൊ നോക്കിക്കേ, ഇവിടെ ആരാ വരിക, നമ്മളുടെ എസ് ആണ് വരിക. ഓക്കെ, ഇനിയോ എസ് ഈസ് 8 മീറ്റർ വെസ്റ്റ് ഓഫ് പോയിന്റ് ആർ. അടുത്തത് ജെ ഈസ് 12 മീറ്റർ സൗത്ത് ഓഫ് പോയിന്റ് എസ്. ഇനി നോക്കിക്കേ, എസിൽ നിന്ന് 12 മീറ്റർ ആണ്. വേണ്ട, ഈ ഡിസ്റ്റൻസ് എത്ര, വേണ്ട ഇവിടം വരെ 11. വേണ്ട, ഈ ഡിസ്റ്റൻസ് മാത്രം എത്രയാ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോണം. വേണ്ട, ഈ ഡിസ്റ്റൻസ് വരെ 5. അപ്പൊ ഇത് ബാക്കി 1 ഉണ്ട്. അപ്പൊ ബാക്കി കംപ്ലീറ്റ് എത്ര ആയിരിക്കും? വേണ്ട, ഈ 1ഉം ഈ 11ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം എനിക്ക് 100% പറയാം. എസിന്റെ സൗത്തിലേക്ക് ആര് വരണം? എസിന്റെ സൗത്തിലേക്ക് ആര് വരും? നമ്മളുടെ ജെ വരും അല്ലെ? ജെ ഈസ് 12 മീറ്റർ സൗത്ത്. ഇവിടെ ഒരു കാര്യം പറയാം, എന്നും ജെയും ഒരേ ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. അത് പക്ഷെ ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വരയ്ക്കുന്നവർക്ക് മാത്രമേ എക്സാം ടൈമിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ചുമ്മാ വരച്ച് വെക്കരുത്. നമ്മൾ കൊടുക്കുന്ന മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നത്, കൊടുക്കുന്ന ആൽഫബറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടില്ല, തിരിഞ്ഞു പോകാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ ഇനി ആരാ നമുക്കുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്രയല്ലേ ഉള്ളൂ. ഇനി അടുത്തത് എം ഈസ് 2 മീറ്റർ വെസ്റ്റ് ഓഫ് പോയിന്റ് ജെ. ഇനി 2 മീറ്റർ ആണ്. ദാണ്ട് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം. ദാണ്ട് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്റർ. സോ 100%. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ദാണ്ട് ഈ ടിയും ജെയും ഒക്കെ എന്തായിരിക്കും? ഒരേ വെർട്ടിക്കൽ ലൈനിൽ വരും. ഇവിടെ അപ്പൊ ആര് വന്നു? നമ്മളുടെ M2. ദിസ് ഈസ് ദി ഫിഗർ. ഇത് തെറ്റാതെ നിങ്ങൾക്ക് സ്പീഡിൽ ആ സമയത്ത് വരയ്ക്കാൻ പറ്റണം. ഓക്കെ, സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ടി വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എം? ടി വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എം കൃത്യമായി വരച്ച ഒരാൾക്ക് പറയാൻ പറ്റും ടിയും എമ്മും എന്താണ്? നേരെ ഫേസ് ടു ഫേസ് മീൻസ് എന്താണ്? നോർത്ത് ആണ്. ടി വിത്ത് റെസ്പെക്ട് ടു എം എന്ന് പറയുമ്പോൾ ഒരേ വെർട്ടിക്കൽ ലൈനിലാ വരിക. ടി വിത്ത് റെസ്പെക്ട് ടു എം വരുമ്പോ ഓപ്ഷൻ ഇ ആണ് വരിക. നോർത്ത് ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഇനിയും ഇതിന്റെ തന്നെ 2 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്തിട്ട് ഇതിന് താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിന്റെ ആൻസർ ഓൾറെഡി ഞാൻ കൊടുക്കാം, PDF-നകത്തിൽ കൊടുത്തിരിക്കാം. പക്ഷെ നിങ്ങൾ ചെയ്ത് ഇതിന്റെ താഴെ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഡയറക്ഷൻ ടെസ്റ്റ്. ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്.
ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ആൽഫ ന്യൂമറിക് സീരീസ് ആണ്. ഈ ആൽഫ ന്യൂമറിക് സീരീസിലെ മിക്സഡ് സീരീസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആൽഫബറ്റ് ടെസ്റ്റ് ഞാൻ എപ്പോഴും പറയും, നമുക്ക് നമ്പർ ടെസ്റ്റോ മിക്സഡ് സീരീസോ ആൽഫബറ്റ് ടെസ്റ്റോ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ആൽഫ ന്യൂമറിക് സീരീസ് ഭയങ്കര എളുപ്പമുള്ള ടോപ്പിക്കാണ്, പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കുമാണ്, ശ്രദ്ധിച്ചോണം. അപ്പൊ ഇവിടെ ചോദിച്ചത് ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച ആൽഫബറ്റ് ടെസ്റ്റ് ആണ്. നമുക്കൊന്ന് നോക്കാം. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് വി അറേഞ്ച് ഓൾ ദി വേർഡ്സ് ഇൻ ഡിക്ഷണറി ഓർഡർ. ഈ വേർഡും ആൽഫബറ്റും ഒന്നും തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഇത് ഓരോന്നും ഓരോ വേർഡാണ്. ഇപ്പൊ HIT എന്ന് പറയുന്നത് ഒരു 3 ലെറ്റർ വേർഡാ. ഇവിടുത്തെ H ആണ് ലെറ്റർ അല്ലെങ്കിൽ ആൽഫബറ്റ്, I ആണ് ലെറ്റർ അല്ലെങ്കിൽ ആൽഫബറ്റ്. ഇത് ഓരോന്നും എന്താണ്? ഓരോ വേർഡാണ്. ഇഫ് വി അറേഞ്ച് ഓൾ ദി വേർഡ്സ് ഇൻ ദി ഡിക്ഷണറി ഓർഡർ, ഈ എല്ലാ വേർഡ്സിനും ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ദെൻ വിച്ച് വേർഡ് ഈസ് സെക്കൻഡ് ഫ്രം ദി റൈറ്റ് എൻഡ് ഇൻ ദി സീരീസ്. അപ്പൊ ഡിക്ഷണറി ഓർഡർ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിക്കൽ ഓർഡർ. ഡിക്ഷണറി ഓർഡർ എന്ന് പറയുമ്പോൾ എല്ലാ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. നമുക്ക് വേണ്ടത് സെക്കൻഡ് ഫ്രം ദി റൈറ്റ്. അപ്പൊ ഏറ്റവും ചെറിയ ലെറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആളായിരിക്കും ഫസ്റ്റ് വരിക, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ്, തേർഡ്. നമുക്ക് വേണ്ടത് ഏതാ? സെക്കൻഡ് ഫ്രം ദി റൈറ്റ്. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് ലെറ്റർ ആരാ? ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ലെറ്റർ ആരാ? നോക്കിക്കേ, MNO PQRST. വേണ്ട, ഇതല്ലേ ഏറ്റവും ഹയസ്റ്റ് ലെറ്റർ. അപ്പൊ എസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇവിടെ വരിക. നമുക്ക് സെക്കൻഡ് ഫ്രം ദി റൈറ്റ് ആ വേണ്ടേ. അപ്പൊ MNO, അപ്പൊ അടുത്ത OPZ അല്ലേ വരിക. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. സിമ്പിൾ വൺ. അല്ലാതെ അവര് പറയുന്ന ഓർഡറിൽ ഒന്നും ചെയ്തുകൊണ്ടിരിക്കരുത്. നമുക്ക് ആൻസർ കിട്ടാൻ എന്ത് വേണം? സെക്കൻഡ് ഹയസ്റ്റ് ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വേണമായിരുന്നു നമുക്ക്, കാരണം എങ്കിലാണ് സെക്കൻഡ് ഫ്രം ദി റൈറ്റിലുള്ളത് നമുക്ക് കിട്ടുക. ഓക്കെ അല്ലേ? സിമ്പിൾ. ഒരു പെന്നും വേണ്ട, പേപ്പറും വേണ്ട, സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് കണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ചെയ്യാൻ പറ്റണം. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് വരാം. ഇഫ് ഓൾ ദി ലെറ്റേഴ്സ് വിത്തിൻ ദ വേർഡ്, എല്ലാ ലെറ്റേഴ്സും വിത്തിൻ ദ വേർഡ് ആർ അറേഞ്ച്ഡ് ഇൻ ദി റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡർ. റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡർ. ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ A to Z ആണ് ആൽഫബറ്റിക്കൽ ഓർഡർ. അപ്പൊ റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ Z to A, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട്. വിത്തിൻ ദ വേർഡ് അങ്ങനല്ല പറഞ്ഞേക്കുന്നത്. ഓരോ വേർഡിലും റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ ഹൗ മെനി വേർഡ്സ് റിമൈൻ അൺചേഞ്ച്ഡ്? മാറ്റമൊന്നും ഇല്ലാത്ത വേർഡ് ഏത്? ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ലെറ്ററിൽ നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോ T അല്ലേ സ്റ്റാർട്ടിങ്ങിൽ വരണ്ടേ? അപ്പൊ തന്നെ ഈ വേർഡ് മാറിയില്ലേ? ഒരു മാറ്റവും ഇല്ലാത്ത വേർഡാ ചോദിച്ചത്. നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്തോണ്ടിരിക്കരുത്. ഇപ്പൊ സാധാരണ ഒരാൾ HIT എന്ന് പറയുമ്പോൾ അത് TIH എന്ന് എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക അല്ല വേണ്ടത്. ചേഞ്ച് ചെയ്യാത്ത വേർഡാ. T തന്നെ ഫസ്റ്റ് വരുമെന്ന് മനസ്സിലാക്കുമ്പോ അത് ഓൾറെഡി ചേഞ്ച് ആയി, പിന്നെ അത് നോക്കരുത്. ഇവിടെയും Z ആയിരിക്കും സ്റ്റാർട്ടിങ് വരിക, പറ്റത്തില്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ റിവേഴ്സ് ആൽഫബറ്റിക് വരുമ്പോഴത്തേക്കിന് Hലായിരിക്കും വരിക, പറ്റത്തില്ല. ഇവിടെ നോക്കിക്കേ PQRST, നോക്കിക്കേ വേണ്ട SRG റിവേഴ്സ് ആൽഫബറ്റിക്കൽ ആണ്, ഇത് വരും. ഇവിടെയോ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് Pയിലായിരിക്കും, അപ്പൊ തന്നെ തെറ്റ്. there is only one such word. ഓപ്ഷൻ A is the right answer. കുഴപ്പമില്ലല്ലോ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. if first and second letters from the left end, ശ്രദ്ധിക്കണേ, if first and second letters from the left end are changed to their immediate succeeding letter in the English alphabetical series. നമ്മുടെ ഈ ഒരെണ്ണത്തിന്, ഇപ്പൊ ഞാൻ ഒരെണ്ണം എടുത്ത എക്സാമ്പിൾ കാണിക്കാം. HIT, ലെഫ്റ്റ് എൻഡിൽ നിന്നുള്ള 2 ലെറ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും Hഉം Iയും. അതിന്റെ ആൽഫബറ്റിക്കൽ ഓർഡറിലുള്ള നെക്സ്റ്റ് സക്സീഡിങ് ലെറ്റർ എന്ന് പറഞ്ഞാൽ H കഴിഞ്ഞാൽ I ആയി, I കഴിഞ്ഞാൽ J ആയി. ഇങ്ങനെ മാറ്റിയാൽ how many words will have more than one vowel? More than one vowel എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എത്ര? മിനിമം 2 വവൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കരുത്. നമ്മൾ HI ആയെന്നും IJ ആയെന്നും കണ്ടപ്പോ Hനെ I ആക്കി, പക്ഷെ I എന്തായാലും ചേഞ്ച് ആകും. Tക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പൊ തന്നെ ഒറ്റ വവലേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. പിന്നെ നോക്കി സമയം കളയരുത്. അടുത്തത് നോക്കിക്കേ, O വവ്വൽ ചേഞ്ച് ചെയ്താൽ ഒരിക്കലും നെക്സ്റ്റ് വവ്വൽ അല്ല. അടുത്തത് MNO PQ അപ്പൊ തന്നെ പറ്റത്തില്ല. ലാസ്റ്റിന് ചേഞ്ച് ഇല്ല. ആക്ച്വലി ഈ O മാറിക്കഴിഞ്ഞപ്പോ തന്നെ പിന്നെ നോക്കി സമയം കളയണ്ട. P കഴിഞ്ഞ് എന്തായാലും എന്തല്ല. ഇനി P കഴിഞ്ഞ് വവ്വൽ ആണെങ്കിൽ തന്നെയും ഇസഡിന് മാറ്റമില്ലല്ലോ. നമുക്ക് ഒരു വവലല്ല, മിനിമം 2 വവലാ വേണ്ടേ. സോ O ചേഞ്ച് ചെയ്യുന്നെന്ന് കണ്ടപ്പോ തന്നെ ആ വേർഡിനെ നോക്കി പിന്നെ സമയം കളയരുത്. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് 10 സെക്കൻഡിൽ ആൻസർ വരുന്നതെന്ന്? അടുത്തതോ, ഇവിടെ ഈ ഒരു വവല, അതിനെ പിന്നെ ചേഞ്ച് ചെയ്താൽ ഒരിക്കലും ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ തൊട്ട് അടുത്ത ലെറ്ററാ. ഈ കഴിഞ്ഞിട്ട് അടുത്തത് F, അത് വവലല്ല. പിന്നെ H വവൽ, H കഴിഞ്ഞിട്ട് വവല് കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്ക് 2 വവല് പറ്റത്തില്ല. കാരണം തേർഡ് ലെറ്ററിന് മാറ്റമില്ലല്ലോ.
ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, അപ്പോഴും ഇതെന്ത് പറ്റില്ല ഇവിടെ. അടുത്തത് ഇവിടെ നോക്കാം, SOR MNO PQRST ST അപ്പോഴും കിട്ടത്തില്ല, തെറ്റ്. അടുത്തത് ഇവിടെ MN A കഴിഞ്ഞിട്ട് മാറിയാലും ഇല്ലെങ്കിലും വവ്വല് കിട്ടത്തില്ല. നോ സച്ച് വേർഡ്. ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തത് ഈ ഫസ്റ്റ് ആൻഡ് തേർഡ് ലെറ്റർ ഓഫ് ഈച്ച് വേർഡ് ആർ ഇന്റർചേഞ്ച്ഡ്. എല്ലാ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്ററും തേർഡ് ലെറ്ററും ഇന്റർചേഞ്ച് ചെയ്യാം. If first and third letter of each word are interchanged, then how many words end with a consonant? എല്ലാ ലെറ്ററിന്റെയും ഫസ്റ്റും തേർഡും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ how many words end with consonant? കൺസോണന്റിൽ എൻഡ് ചെയ്യുക. അപ്പൊ ഇവിടെ ഇന്റർചേഞ്ച് ചെയ്യുന്നത് ആരൊക്കെ തമ്മിലാ? ഫസ്റ്റും തേർഡും തമ്മിലാണ് ഇന്റർചേഞ്ച് ചെയ്യുന്നതെങ്കിൽ എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ ആയിരിക്കത്തില്ലേ ഒരു ലെറ്ററിന്റെ ലാസ്റ്റ് ലെറ്റർ? അപ്പൊ എൻഡ് ചെയ്യുന്നത് കൺസോണന്റിലാകണമെങ്കിൽ ഫസ്റ്റ് ലെറ്റർ കൺസോണന്റ് ആണോ എന്ന് മാത്രം നോക്കിയാ പോരെ. ഇവിടെ നോക്ക്, ഇവിടെ കൺസോണന്റ്, ഇത് കൺസോണന്റ് ആണ്, O കൺസോണന്റ് അല്ല, E കൺസോണന്റ് അല്ല, S കൺസോണന്റ് ആണ്, M കൺസോണന്റ് ആണ്. അപ്പൊ 3 വേർഡ് ആണ് കൺസോണൻസിൽ എൻഡ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ അടുത്തത് നമുക്ക് വരാം. അടുത്തത് ഒരു പസിലാണ്. ഇതിന്റെ ആൻസർ ആണ് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്കൊരു മന്ത് ആൻഡ് ഡേറ്റ് ബേസ്ഡ് പസിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളും എന്റെ കൂട്ടത്തിൽ ചെയ്യണം, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, 8 persons were born on different dates. അപ്പൊ 8 ആൾക്കാര് ഡിഫറെന്റ് ഡേറ്റ്സ്. അപ്പൊ നമുക്ക് 4 മാസം. അപ്പൊ 8 പേഴ്സൺ എന്ന് പറയുമ്പോൾ തന്നെ 4 months ആണെന്ന് ഇവിടെ ഓൾറെഡി നമ്മളോട് പറഞ്ഞു. ഏതൊക്കെയാ? ജനുവരി, മാർച്ച്, ജൂലൈ ആൻഡ് സെപ്റ്റംബർ. ഒരു മന്ത് ആൻഡ് ഡേറ്റ് ബേസ്ഡ് പസിൽ വരുമ്പോൾ തന്നിരിക്കുന്ന മാസം കോൺസിക്യൂട്ടീവ് മന്ത് ആണോ എന്ന് എപ്പോഴും നോക്കിക്കോണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രക്ചർ വരയ്ക്കാം. ഞാൻ എപ്പോഴും വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് ആണ് സ്ട്രക്ചർ വരയ്ക്കുന്നത്. അതാണ് കണ്ടീഷൻസ് മാർക്ക് ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടെ എളുപ്പം ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വെർട്ടിക്കൽ ആയിട്ട് അറേഞ്ച്മെന്റ് കൊടുത്താണ്. ഇവിടെ നമ്മുടെ മന്ത്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? ജനുവരി, മാർച്ച്, ജൂലൈ ആൻഡ് സെപ്റ്റംബർ. ഇവരുടെ ഓരോരുത്തരുടെയും ഡേറ്റ് ഓരോ മാസത്തിലെയും 7ഉം 20ഉം. അത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കൊടുക്കുക. സ്പീഡിൽ സ്ട്രക്ചർ വരച്ചോണം. ഇനി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, മാസം എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്പർ ഓഫ് ഡേയ്സ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആ. ജനുവരി 31 ദിവസം, മാർച്ച് 31 ദിവസം, ജൂലൈ 31 ദിവസം, സെപ്റ്റംബർ 30 ദിവസം. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സിനെ പറ്റിയിട്ടും ഡേറ്റിനെ പറ്റിയിട്ടും ഒക്കെ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, കണ്ടീഷൻസ് പറയും. ഓക്കെ അല്ലേ? ഇനി നോക്കാം. D was born in the month having even number of days. D എന്ന് പറയുന്നത് ഈവൻ നമ്പർ ഓഫ് ഡേയ്സ് ഉള്ള മന്താ. ഇവിടെ ഈവൻ നമ്പർ വന്നിരിക്കുന്നത് സെപ്റ്റംബറിൽ മാത്രമാണ്. സോ എത്ര പോസിബിലിറ്റി വന്നു? ഒന്നെങ്കിൽ D സെപ്റ്റംബർ 7 വരും, അല്ലെങ്കിൽ D സെപ്റ്റംബർ 20 വരും. ഇതല്ലാതെ വേറെ പോസിബിലിറ്റി ഇല്ല. അടുത്തതോ, 2 persons between D and F. ഡിക്കും എഫിനും ഇടയിൽ 2 ഗ്യാപ്പ്. സോ 2 ഗ്യാപ്പിൽ F ഇവിടെ, 2 ഗ്യാപ്പിൽ F ഇവിടെ. ഓക്കെ, ഇനിയോ C was born in July immediately before H. C ജൂലൈയിലാണ്. ജൂലൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. എച്ചിന് തൊട്ട് മുന്നേ എന്ന് പറയുമ്പോൾ ഇവിടെ ജൂലൈയിൽ കൊടുക്കാൻ ഇത് മാത്രമേ സ്ഥലമുള്ളൂ. സോ സി ഇവിടെ, എച്ച് ഇവിടെ ഫസ്റ്റ് പോസിബിലിറ്റിയിൽ. രണ്ടാമത്തെ പോസിബിലിറ്റിയിൽ സി ആണ് ജൂലൈയിൽ വരുന്നെന്ന് പറഞ്ഞത്. സോ സിക്ക് കൊടുക്കാൻ ഇവിടെയുള്ള സ്ഥലം. സോ സി ഇവിടെ, എച്ച് ഓട്ടോമാറ്റിക്കലി സെപ്റ്റംബറിൽ വരും. ഓക്കെ അല്ലേ? യെസ്, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? വെയിറ്റ്, ഞാനൊരു കാര്യം ചെയ്യാം. ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾക്ക് ഒന്ന് ചെറുതാക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി കാണാമല്ലോ, കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ബാക്കി വരാം. A was born on an even date immediately before G. A was born immediately before G. അത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈവൻ ഡേറ്റ്? ഇവിടെ ഈവൻ ഡേറ്റ് എന്ന് പറയുന്നത് 20 ആണ്. ഇവിടെ 20 മാത്രമാണ് ഈവൻ ഡേറ്റ് വരുന്നത്. Where and A and G were not born in the same month. എയും ജിയും സെയിം മന്തിൽ വരാൻ പാടില്ല. എയും ജിയും സെയിം മന്തിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവര് ഡിഫറന്റ് മന്തിലേ പറ്റൂ. ഇവിടെ ഡിഫറന്റ് മന്തിൽ എനിക്ക് കൊടുക്കാൻ വേണ്ട ഇത് മാത്രമേ സ്ഥലമുള്ളൂ, ജനുവരിയും മാർച്ചും. അപ്പൊ എനിക്ക് കൊടുക്കാമല്ലോ. എ ഇവിടെ, ജി ഇവിടെ. ഈ പോസിബിലിറ്റിയിലും എ ഇവിടെ, ജി ഇവിടെ, വേറെ സ്ഥലമില്ല. ലാസ്റ്റ് വൺ, ഇ വാസ് ബോൺ ആഫ്റ്റർ ബി. മിച്ചമുള്ള 2 സ്ഥലം ഇവിടെയാണ്. ഇ വാസ് ബോൺ ആഫ്റ്റർ ഇ വാസ് ബോൺ ആഫ്റ്റർ ബി.
ബട്ട് നോട്ട് ഇൻ സെപ്റ്റംബർ. പക്ഷെ ഈ ബിക്ക് ശേഷം ആ സെപ്റ്റംബറിൽ പറ്റത്തില്ല. അപ്പൊ തന്നെ ഫസ്റ്റ് പോസിബിലിറ്റി എലിമിനേറ്റഡ്. സെക്കൻഡ് വൺ ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നമ്മുടെ സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹു among the following born on 7th of September? 7th സെപ്റ്റംബറിൽ ആരാണ്? 7th സെപ്റ്റംബറിൽ നമ്മളുടെ എച്ച് ആണ്. ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? ഒരേ സമയം രണ്ട് പോസിബിലിറ്റി പോകുന്ന വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. ഇതിന്റെ ബാക്കി സബ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തിട്ട് ആൻസർ തനിയെ കണ്ടുപിടിക്കുക. ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ സബ് ക്വസ്റ്റ്യൻ ഏതാണെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് താഴെ സിമ്പിൾ ഒരു കോഡിംഗ് ഡീകോഡിംഗ്, ചൈനീസ് കോഡിങ്ങിന് പകരം സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡിംഗ് ഡീകോഡിംഗ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ഒന്ന് നോക്കിക്കേ. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ബ്ലോക്ക് ഈസ് കോഡഡ് ആസ് AMNDJT. സിമ്പിൾ ആണ്, ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് പറയത്തേ ഉള്ളൂ. ഇതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ബി എന്തായി? എ ആയെന്ന് പറയുമ്പോൾ തന്നെ എനിക്കറിയാം -1, L കഴിഞ്ഞിട്ട് +1, MNO -1, C+1D. അടുത്തത് ഇവിടെ S ഉണ്ടായിരുന്നു. അടുത്തത് JK അല്ലേ? അപ്പൊ -1, ഇവിടെ ST +1. ഒന്നുമില്ല, -1 +1 -1 +1 -1 +1. അതേപോലെ തന്നെയല്ലേ വേണ്ട മൈറ്റിയുടെ കോഡും വേണ്ട. M -1 ആണ് L. സിമിലർലി IJ +1. വേണ്ട ജിക്ക് തൊട്ട് പിറകിലുള്ള ലെറ്റർ ആണ് F. അടുത്തത് H കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ലെറ്റർ ആണ് I. ഒന്നുമില്ല, -1 +1 -1 +1. സിമ്പിൾ ക്വസ്റ്റ്യൻ. അത് പക്ഷെ തെറ്റരുത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യൂസ്ഫുള്ളിന്റെ കോഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ തന്നെ നോക്കുക. U -1 അതാര് വരും? T. എല്ലാത്തിന്റെയും T ആ ഫസ്റ്റ്. അടുത്തത് S കഴിഞ്ഞിട്ട് T വരണം. T വരുന്നത് വേണ്ട ഈ ഓപ്ഷനും മാത്രമാണ്. അപ്പൊ അത് നോക്കിയിട്ട് ഇതിന്റെ ആൻസർ എന്താന്നുള്ളത് താഴെ. സിമ്പിൾ വൺ. -1 +1 -1 +1. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇവിടെ ഓൾറെഡി ഞാൻ ആ PDF കൊടുത്തിട്ടുണ്ട്. വെരി 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 ഇമ്പോർട്ടന്റ് വൺ, നമ്മളുടെ സിലോജിസം. വെരി ഇമ്പോർട്ടന്റ് വൺ ആണ് നമ്മുടെ സിലോജിസം. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ വളരെ വേഗത്തിൽ എന്ത് ചെയ്യണം? വെൻ ഡയഗ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കിയാലോ. only a few apples are sweet. ആപ്പിളിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ കുറച്ചു ഭാഗം എന്തല്ല? സ്വീറ്റ് അല്ല. കൺക്ലൂഷൻ, സം സ്വീറ്റ് ഈസ് ഷുഗർ. കുറച്ച് സ്വീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഷുഗർ ആണ്. രണ്ടും S എഴുതി കൺഫ്യൂസ്ഡ് ആകരുത്. ഓൾ ഷുഗർ ആർ ചെറീസ്. എല്ലാ ഷുഗറും എന്താണ്? ചെറീസ് ആണ്. ഓക്കെ, നമ്മൾ വളരെ വേഗത്തിൽ വെൻ ഡയഗ്രത്തിലേക്ക് വന്നു. സം ഷുഗർ ബീങ് ആപ്പിൾ ഇസ് എ പോസിബിലിറ്റി. കുറച്ച് ഷുഗറിന് ആപ്പിൾ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? പോസിബിലിറ്റി പറയുമ്പോൾ ഇവര് തങ്ങളിൽ എന്തെങ്കിലും ക്രോസ് റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഈ ഷുഗറും ആപ്പിളും തമ്മിൽ യാതൊരു ക്രോസ് റിലേഷനും ഇല്ല, ഒരു നെഗറ്റീവ് റിലേഷനും ഇല്ല. ഡെഫിനറ്റ് ആയിട്ടും ഷുഗറിന് എന്താകാം? ആപ്പിൾ ആകാം. സോ ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ ആണ്. അടുത്തത് നോക്കിക്കേ. സം സ്വീറ്റ് ആർ നോട്ട് ചെറീസ്. കുറച്ച് സ്വീറ്റ് എന്ന് പറയുന്നത് ചെറീസ് അല്ല എന്ന് കാണുന്നുണ്ടോ? സം സ്വീറ്റ് ആർ ചെറീസ് കാണുന്നുണ്ടോ? കുറച്ച് സ്വീറ്റ്സ് ചെറീസ് അല്ല എന്ന് കാണുന്നുണ്ടോ? ഇല്ലല്ലോ, സ്വീറ്റ് ചെറി അല്ല എന്ന് കാണുന്നില്ല. സോ only conclusion 1 follows. Option A is the right answer. Simple question. Okay, next one. അടുത്തത് only a few brilliant are smart. ബ്രില്യന്റിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ബ്രില്യന്റിന്റെ കുറച്ചു ഭാഗം എന്തല്ല? സ്മാർട്ട് അല്ല. ഓൾ ഇന്റലിജന്റ് ആർ ഷാർപ്പ്. ഷാർപ്പ് നമുക്ക് ഇവിടെ ഇല്ല. സം സ്മാർട്ട് ഈസ് നോട്ട് ഇന്റലിജന്റ്. ശ്രദ്ധിച്ചോണേ, കുറച്ച് സ്മാർട്ട് എന്ന് പറയുന്നത് എന്തല്ല? ഇന്റലിജന്റ് അല്ല. ആൻഡ് ഓൾ ഇന്റലിജന്റ് ആർ ഷാർപ്പ്. ശ്രദ്ധിക്കണേ, ഇവിടെ നോ റിലേഷൻ പറഞ്ഞിരിക്കുന്ന സ്മാർട്ടിന്റെ കുറച്ചു ഭാഗവും ഇന്റലിജന്റും മാത്രമായിട്ടാണ്. അല്ലാതെ സ്മാർട്ടും ഷാർപ്പും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. സബ് ക്വസ്റ്റ്യൻ നോക്കാം. സം ബ്രില്യന്റ് ആർ നോട്ട് സ്മാർട്ട്. ഇതാണ് ബ്രില്യന്റ്. ബ്രില്യന്റിന്റെ കുറച്ചു ഭാഗം സ്മാർട്ട് അല്ല എന്ന് കാണുന്നുണ്ടോ? യെസ്. ഇവര് തമ്മിൽ only a few റിലേഷനാ. അപ്പൊ ബ്രില്യന്റിന്റെ കുറച്ചു ഭാഗം സ്മാർട്ട് അല്ല എന്ന് ഉറപ്പായിട്ടും ഇവിടെ കാണുന്നുണ്ട്. സോ ഫസ്റ്റ് കൺക്ലൂഷൻ എനിക്ക് എന്ത് പറയാം? ട്രൂ ആണ്. അടുത്തതോ, നോ സ്മാർട്ട് ഈസ് ഇന്റലിജന്റ്. ഒരു സ്മാർട്ടും ഇന്റലിജന്റ് അല്ല എന്ന് കാണുന്നുണ്ടോ? ഇല്ല. നോക്കിക്കേ, ഇവിടെ സ്മാർട്ടിന്റെ കുറച്ച് ഭാഗമാണ് ഇന്റലിജന്റ് അല്ലാത്തത്, അല്ലാതെ ഒരു സ്മാർട്ടും ഇന്റലിജന്റ് അല്ല എന്ന് ഇവിടെ കാണുന്നില്ല. സോ എഗെയിൻ only conclusion 1 follows. Option A is the right answer. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, only a few melon are seeds. മെലന്റെ കുറച്ചു ഭാഗം മാത്രമാണ് സീഡ്സ് എന്ന് പറഞ്ഞാൽ മെലന്റെ കുറച്ചു ഭാഗം എന്തല്ല? സീഡ്സ് അല്ല. കൺക്ലൂഷനിലേക്ക്, ഓൾ സീഡ്സ് ആർ പ്ലാന്റ്. എല്ലാ സീഡും എന്താണ്? പ്ലാന്റ് ആണ്. ആൻഡ് ഓൾ പ്ലാന്റ് ആർ പെറ്റൽ. എല്ലാ പ്ലാന്റും എന്താണ്? പെറ്റൽസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ
ഡയഗ്രാം. ഇനി കൺക്ലൂഷനിലേക്ക് വരാം. ഓൾ സീഡ് ആർ പെറ്റൽ. എല്ലാ സീഡും പെറ്റൽ ആണെന്ന് കാണുന്നുണ്ടോ? യെസ്, ഡെഫിനറ്റ് ആയിട്ടും കാണുന്നുണ്ട്. എല്ലാ സീഡും വേണ്ട പെറ്റലിനകത്തിലാ. സോ കാണുന്നുണ്ട്. ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ ആ. അടുത്തതോ സം പ്ലാന്റ് ആർ മെലൺ. കുറച്ച് പ്ലാന്റ് മെലൺ ആണ് എന്ന് കാണുന്നുണ്ടോ? യെസ്, സീഡായ പ്ലാന്റ് എല്ലാം എന്താണ്? മെലൺ ആ, കാണുന്നുണ്ട്. സോ ബോത്ത് ദ കൺക്ലൂഷൻ ഫോളോസ്. ഓപ്ഷൻ ഇ ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനിയും എഗെയിൻ ഒരു 2 പസിലും കൂടെ ഉണ്ട്. സോ അടുത്തത് ഒരു ഓർഡർ ആൻഡ് റാങ്കിങ്ങിന്റെ പസിലാണ്. വേഗത്തിൽ ഒന്ന് ആൻസർ ചെയ്തേ. വേഗത്തിൽ ഒന്ന് എന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വേഗം ചെയ്യാം. എന്നിട്ട് എന്താണ് സബ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. നോക്കിക്കേ, ഹിയർ 8 persons bought gift one after the other. It's an order and ranking puzzle. ഒന്നിനു ശേഷം ഒന്നായി ഇവർ എന്ത് ചെയ്തിരിക്കുകയാണ്? ഗിഫ്റ്റ് മേടിച്ചിരിക്കുകയാണ്. 4 persons bought gift after G. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇങ്ങനെ ഓർഡർ ആൻഡ് റാങ്കിങ് വരുമ്പോൾ എപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ സ്ട്രക്ചർ വരയ്ക്കും. എനിക്ക് ടോട്ടൽ എത്ര പേരുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് എനിക്ക് സ്ട്രക്ചർ വരയ്ക്കുന്നതാണ് ഇച്ചിരി കൂടെ ബെറ്റർ. അപ്പൊ ഞാൻ വെറുതെ എനിക്ക് എത്ര പേര് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ നമ്പർ കൊടുക്കുന്നത്. അല്ലാതെ ഈ നമ്പറിന് യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല. ഞാൻ ആദ്യം മേടിച്ച ആള് ഏറ്റവും ടോപ്പിലും, അതായത് അസെൻഡിങ് ഓർഡറിൽ ആദ്യം മേടിച്ച ആൾ ഇവിടെ, ഏറ്റവും ലാസ്റ്റ് മേടിച്ച ആൾ ഇവിടെ, ആ ഓർഡറിലായിരിക്കും ഞാൻ എപ്പോഴും കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, 4 persons bought gift after G. ജിക്ക് ശേഷം 4 പേര് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 1, 2, 3, 4. ജി എവിടെ വരും? 4th പൊസിഷനിൽ വരും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ 4th എന്ന് പറഞ്ഞതാണ്. അല്ലാതെ ഈ നമ്പറിന് യാതൊരു പ്രാധാന്യവും ഇല്ല അവിടെ. എനിക്ക് എണ്ണം കറക്റ്റ് ആയിട്ട് മനസ്സിലാകാൻ ഞാൻ നമ്പർ ഇട്ടാണ് ചെയ്യാം. Then 2 person between G and C. ജിക്കും സിക്കും ഇടയിൽ 2 person. അപ്പൊ എത്ര പോസിബിലിറ്റിയാ? 2 ഗ്യാപ്പിൽ സി ഇങ്ങോട്ട്, അല്ലെങ്കിൽ 2 ഗ്യാപ്പിൽ സി ഇങ്ങോട്ട്. ഒരേ സമയം 2 പോസിബിലിറ്റി. A bought gift immediately after C. സിക്ക് തൊട്ട് ശേഷമാണ് ആര് വാങ്ങിച്ചിരിക്കുന്നത്? എ കൊടുത്തു. കണ്ടീഷൻ സെപ്പറേറ്റ് എഴുതണ്ട. ഒരേ സമയം 2 പോസിബിലിറ്റി പോവാം. Then 5 person between A and D. എക്കും ഇക്കും ഇടയിൽ 5 ഗ്യാപ്പ്. എക്കും ഇക്കും ഇടയിൽ 5 ഗ്യാപ്പ്. 1, 2, 3, 4, 5 ഗ്യാപ്പിൽ ഈ ഇവിടെ. 1, 2, 3, 4, 5 ഗ്യാപ്പിൽ ഈ ഇവിടെ. ഓക്കെ, അടുത്തതോ എഫ് ബോട്ട് ഗിഫ്റ്റ് 3 person ബിഫോർ എച്ച്. എഫ് എന്ന് പറയുന്നത് എച്ചിന് മുകളിലുള്ള 3ാമത്തെ പേഴ്സൺ ആണ്. എഫ് ബോട്ട് 3 persons ബിഫോർ എച്ച്. എച്ചിന് മുന്നേ ഉള്ള 3ാമത്തെ പേഴ്സൺ ആണ് ആരെന്ന് പറയുന്നത്? എഫ് എന്ന് പറയുന്നത്. ആൻഡ് എഫ് ബോട്ട് ഗിഫ്റ്റ് 3 person ബിഫോർ എച്ച്. അത് നമ്മൾ പറഞ്ഞു. അറ്റ്ലീസ്റ്റ് 1 person ബിറ്റ്വീൻ ഡി ആൻഡ് എച്ച്. ഡിക്കും എച്ചിനും ഇടയിൽ അറ്റ്ലീസ്റ്റ് 1 person എന്ന് പറഞ്ഞാൽ മിനിമം അവർക്കിടയിൽ എത്ര പേരുണ്ടായിരിക്കണം? ഒരാള് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ. ഡിയുടെ നെയ്ബർ ആരാകാൻ പാടില്ല? ജി ആകാൻ പാടില്ല. മിനിമം അവർക്കിടയിൽ ഒരാളുണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവരെ കൊടുക്കാൻ എവിടെ സ്ഥലം? ആദ്യത്തെ പോസിബിലിറ്റിയിൽ എഫ് ഞാൻ ഇവിടെ കൊടുത്താൽ 2 ഗ്യാപ്പിൽ എച്ച് കൊടുക്കാം. ഇതല്ലാതെ വേറെ സ്ഥലമുണ്ടോ? ഇവിടെ ഞാൻ എഫിനെ കൊടുത്താൽ എച്ച് കൊടുക്കാൻ പറ്റില്ല. സോ നോക്കിക്കേ, എഫ് ഇവിടെ 2 ഗ്യാപ്പിൽ എച്ച് ഇവിടെ കൊടുക്കുമ്പോ മിച്ചമുള്ള 2 സ്ഥലം എന്ന് പറയുന്നത് ഇത് 2ആ. ഇവിടെ 2 ഞാൻ ഡി കൊടുത്താൽ, ഇവിടെ 2 ഡി കൊടുത്താൽ എച്ചിനടുത്ത് വരും. അപ്പൊ തന്നെ ഈ പോസിബിലിറ്റി തെറ്റ്. അപ്പൊ 2ാമത്തെ പോസിബിലിറ്റിയിലാണ് ആൻസർ വരിക. ഇവിടെ ഞാൻ എഫ് കൊടുത്താൽ 2 ഗ്യാപ്പിൽ എനിക്ക് ഇവിടെ ജിയ എച്ച് കൊടുക്കാൻ പറ്റില്ല. സോ എഫ് ഇവിടെ 2 ഗ്യാപ്പിൽ എച്ച് ഇവിടെ. പിന്നെ മിച്ചമുള്ളതാരാ? എച്ചിനടുത്ത് ഡി വരാൻ പാടില്ല. സോ ഡി ഇവിടെ. പിന്നെ മിച്ചമുള്ള ആളാരാ? ബി ഇവിടെ. ക്വസ്റ്റ്യൻസ് ഓൺ. ദാറ്റ്സ് ഇറ്റ്. കണ്ടോ? ഓർഡർ ആൻഡ് റാങ്കിങ്ങിന്റെ 1 വേരിയബിൾ സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷെ ഇതൊക്കെ ആ സമയത്ത് നിങ്ങൾക്ക് കണ്ടീഷൻസ് വായിച്ച് വളരെ സ്പീഡിൽ കൊടുത്ത് ചെയ്യാൻ പറ്റണം. എളുപ്പമാണ് സംഭവം. പക്ഷെ ആ 20 മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റണം. സബ് ക്വസ്റ്റ്യൻ എന്താ? ഇഫ് എച്ച് ഈസ് റിലേറ്റഡ് ടു ജി. എച്ച് ഈസ് റിലേറ്റഡ് ടു ജി. ജിക്ക് താഴത്തെ പൊസിഷനിലേക്ക് ആര് വന്നേക്കുന്നത്? എച്ച്. അതേപോലെ എഫ് ഈസ് റിലേറ്റഡ് ടു ഡി. ഡിക്ക് താഴത്തെ 2ാമത്തെ ആളാ എഫ്. ദെൻ who among the C is related to which of the following? അപ്പൊ C is related to which of the following? B അല്ലേ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ഡി. സിമ്പിൾ വൺ. ഓക്കെ, യെസ്. അപ്പൊ ഇത് അതിന്റെ ആൻസർ ആണ്. ആൻഡ് ഓൾസോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പസിൽ ആയിരുന്നു. ഇൻ ബിറ്റ്വീൻ ഇതിനിടയിൽ ഒരു മിസ്ലേനിയസ് ടോപ്പിക്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് നിങ്ങൾ നോക്കുക. ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ,
അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനും കൂടെ ചെയ്താലോ? വേഗത്തിൽ ഒന്ന് നോക്കിക്കേ. A certain number of persons sits in a linear row facing north. അൺസർട്ടൈൻ നമ്പർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവരുടെയും ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? നോർത്തിലേക്കാണ്. n sits fourth to the right of p. അപ്പൊ p യുടെ റൈറ്റിലേക്കാണ് ആരെന്ന് പറയുന്നത്? n fourth to right. എത്ര പേരുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല. 2 person between n and g. n-നും g-ക്കും ഇടയിൽ 2 ഗ്യാപ്പ്. ഒന്നെങ്കിൽ ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാം. ഇതാണ് ഒരേ സമയം 2 പോസിബിലിറ്റി. ഓക്കെ. P sits at the extreme left end of the row. അപ്പൊ ഓക്കെ ആയി. P sits extreme left end of the row. അപ്പൊ 1 2 3 n ഇവിടെ. അപ്പൊ ഇവിടോട്ട് തന്നെ ഞാൻ എടുക്കാം P P ഇവിടോട്ട് തന്നെ ഞാൻ എടുക്കാം P G 2 ഗ്യാപ്പിൽ n. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി P എക്സ്ട്രീം ലെഫ്റ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രീം ലെഫ്റ്റ് എന്താന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പോസിബിലിറ്റിയിൽ ഞാൻ G ഇങ്ങോട്ട് എടുത്തു. രണ്ടാമത്തെ പോസിബിലിറ്റിയിൽ G ഇങ്ങോട്ടും വരാം. റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് അറിയില്ല. G sits third to the left of K. G third to the left of K. അപ്പൊ K ഇവിടെയല്ലേ വരൂ? എല്ലാ ആൾക്കാരും നോർത്തിലേക്കല്ലേ? G sits third to the left of K. ഫസ്റ്റ് ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റ്. ഇവിടുത്തെ കേസ് നോക്കിക്കേ, പറ്റുമോ? പറ്റത്തില്ല. കാരണം ഇവിടെ തേർഡ് ടു ലെഫ്റ്റ് വരണമെങ്കിൽ ഈ എന്നിന്റെ സ്ഥാനത്ത് ആ K വരണ്ടേ. അപ്പൊ തന്നെ പോസിബിലിറ്റി തെറ്റും. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. G sits third to the left of K, who sits second from the extreme end of the row. K യുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. K who sits second from the extreme end of the row. അപ്പൊ ഇവിടെ റൈറ്റ് എൻഡിൽ നിന്ന് രണ്ടാമത്തെ ആളാണ് ആര്? K. That's it. And 1 person between K and Q. K-ക്കും Q-നും ഇടയിൽ ഒരു ഗ്യാപ്പ്. ഇങ്ങോട്ടേക്ക് കൊടുക്കാൻ പറ്റില്ല. സോ K ഒരു ഗ്യാപ്പിൽ, Q ഇവിടെ. ഓക്കെ അല്ലേ? The number of persons sit between N and Q is more than the number of persons sit between P and R. അതായത് P-ക്കും R-നും ഇടയിൽ നോക്കണേ, നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ബിറ്റ്വീൻ N ആൻഡ് Q. N-നും Q-നും ഇടയിൽ എത്ര പേരുണ്ട്? 1 2 3 പേരുണ്ട് N-നും Q-നും ഇടയിൽ. അതെന്ന് പറയുന്നത് ഈസ് മോർ ദാൻ ദി പേഴ്സൺസ് ഇൻ ബിറ്റ്വീൻ P ആൻഡ് R. അത് P-ക്കും R-നും ഉള്ളതിനെക്കാട്ടിൽ കൂടുതലാന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ P-ക്കും R-നും ഇടയിൽ 3 കൂടാൻ പാടില്ല. അപ്പൊ അത് 2 വരാം. മോർ ദാൻ എന്ന് പറഞ്ഞാൽ 1 മോർ ദാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. 1 മോർ ദാനാ. അപ്പൊ P-ക്കും R-നും ഇടയിൽ എത്ര പേരാ? 2 പേര്. സോ 100% R ഇവിടെ. ക്വസ്റ്റ്യൻ സോൾവ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇവിടെ ഇപ്പൊ ടോട്ടൽ എത്ര പേരാ? 2 4 6 8 10 12. ടോട്ടൽ 12 പേഴ്സൺസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. വെരി 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 സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മുടെ സബ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ഹു എമംഗ് ദി ഫോളോയിങ് പേഴ്സൺസ് സിറ്റ്സ് സെവൻത്ത് ടു ദി റൈറ്റ് ഓഫ് ആർ. ആറിന്റെ സെവൻത്ത് ടു റൈറ്റ് ആരാ? 1 2 3 4 5 6 7. ഇവിടെ സെവൻത്ത് ടു റൈറ്റ് വരുമ്പോ ആര് വരും? നമ്മളുടെ K. കുഴപ്പമില്ലല്ലോ. യെസ്, ഇത്രയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതിന്റെ PDF ഞാൻ എന്റെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഇതേപോലെ ബേസ് മുതൽ നമ്മളുടെ കൂട്ടത്തിൽ ചേർന്ന് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏറ്റവും പുതിയ ബേസ് തൊട്ടുള്ള ബാച്ചാണ് RRB PO ആൻഡ് ക്ലർക്ക് ബാച്ച് 2.0. അപ്പൊ നിങ്ങൾക്ക് ബേസ് മുതൽ അതിൽ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ടേക്ക് എത്താം. അപ്പൊ നമ്മുടെ ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അതിലുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന് ബേസ് മുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അതേപോലെ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും നമുക്ക് ക്ലാസ്സസ് ഉണ്ട്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു നമ്പറിൽ, ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നേരിട്ട് കാണാം.